Hi, let's continue with a few more problems. നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ക്വിക്ക് റെഫറൻസിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഇൻറ്ററാക്ഷൻസിലും കൺസേർവ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സാണ് ചാർജ്, അതുപോലെ ആംഗുലർ മൊമെൻറ്റം. സ്പിൻ മാത്രമായിട്ട് കൺസേർവ്ഡ് അല്ല എന്ന് പറഞ്ഞു, ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ചില സിറ്റുവേഷനിൽ സ്പിൻ മാത്രം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ജനറലി ദ കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് ആംഗുലർ മൊമെൻറ്റം, ബൈരിയോൺ നമ്പർ, ലെപ്റ്റോൺ നമ്പർ. റൈറ്റ്, ഈ എല്ലാ കാര്യങ്ങളും കൺസേർവ്ഡ് ആണെങ്കിൽ ഒരു റിയാക്ഷൻ പോസിബിൾ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, വി വുഡ് എക്സ്പെക്ട് ദാറ്റ് ടു ഹാപ്പൻ. അതുപോലെ സ്ട്രോങ് ഇൻറ്ററാക്ഷൻസിൽ കൺസേർവ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്, എല്ലാ ക്വാണ്ടിറ്റീസും കൺസേർവ്ഡ് ആണ്. സ്ട്രേഞ്ച്നെസ്, ഐസോസ്പിൻ, തേർഡ് കോമ്പോണൻറ്റ് ഓഫ് ഐസോസ്പിൻ, ഇതെല്ലാം തന്നെ കൺസേർവ്ഡ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്ററാക്ഷനിലാണെങ്കിൽ ഐസോസ്പിൻ കൺസേർവ്ഡ് ആവണമെന്നില്ല. ഓക്കെ, തേർഡ് കോമ്പോണൻറ്റ് ഓഫ് ഐസോസ്പിൻ കൺസേർവ്ഡ് ആയിരിക്കണം. വീക്ക് ഇൻറ്ററാക്ഷൻസിലാണെങ്കിൽ സ്ട്രേഞ്ച്നെസ്, ഐസോസ്പിൻ, തേർഡ് കോമ്പോണൻറ്റ് ഓഫ് ഐസോസ്പിൻ, ഇതെല്ലാം തന്നെ ഇതൊന്നും തന്നെ കൺസേർവ് ചെയ്യപ്പെടണം എന്നില്ല. അതുപോലെ ഇപ്പോൾ ഈ പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പലവണ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മെസോൺ ഓക്റ്ററ്റാണ്. അപ്പോൾ ഇവിടെ മുകളിലുള്ള K0 K+ ആണ്. പിന്നെ പൈ മൈനസ് പൈ 0 പൈ പ്ലസ്, പൈ മൈനസ് പൈ 0 പൈ പ്ലസ്, പൈ മെസോൺസ്, പയോൺസ് നമ്മൾ പറയുന്ന പാർട്ടിക്കിൾ, അതിനാണ് സ്ട്രേഞ്ച്നെസ് 0. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ K മെസോൺസ്, K0ക്കും K+നും സ്ട്രേഞ്ച്നെസ് 1 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ട്, K- ഉം K⁻⁻0യും. ഓക്കെ, ഇതിൻ്റെ സ്ട്രേഞ്ച്നെസ് -1 ആണ്. അതുപോലെ ഇവിടെ ഒരു ഇറ്റ മെസോൺ എന്ന് പറയുന്നൊരു സിംഗ്ലറ്റ് പാർട്ടിക്കിളും കൂടെ ഉണ്ട്. അതുപോലെ ബൈരിയോൺ ഓക്റ്ററ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന ന്യൂട്രോൺ പ്രോട്ടോൺ ആണ്, ഈ ഡബിളറ്റാണ്. ഇവിടെ സ്ട്രേഞ്ച്നെസ് 0 സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിൽ. ഓക്കെ, താഴേക്ക് വരുമ്പോൾ സ്ട്രേഞ്ച്നെസ് -1, സ്ട്രേഞ്ച്നെസ് -2. ഓക്കെ, റൈറ്റ്. അതുപോലെ ഇവിടെ ഡെക്യുപ്ലെറ്റിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്വിക്ക് ആയിട്ടുള്ള റെഫറൻസിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. അതുപോലെ ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എനർജറ്റിക്കലി അലൗഡ് ആണോ എന്നറിയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മാസ്, പാർട്ടിക്കിൾസിൻ്റെ മാസ് അറിഞ്ഞിരിക്കണം. ഹാഡ്രോൺസിൻ്റെ, ബൈരിയോൺസിൻ്റെ, മെസോൺസിൻ്റെ മാസിനെ കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നമുക്ക് ഈ ടേബിൾ റെഫർ ചെയ്യാൻ വേണ്ടി. അതുപോലെ ഈ രീതിയിലുള്ള റിലേഷൻസ് ഒക്കെ നമ്മൾ എടുത്തു. ക്വാർക്ക് മോഡൽ പറഞ്ഞു. ക്വാർക്ക് മോഡലിൽ നമുക്ക് UDS ക്വാർക്സിൻ്റെ, അതുപോലെ ഈ നമ്മളൊരു ട്രയാങ്കിൾ രീതിയിൽ നമുക്ക് ഇതിനെ എഴുതാം. U-യും D-യും S=0 ആണ്. S ക്വാർക്ക് സ്ട്രേഞ്ച്നെസ് -1 ആണ്. ഓക്കെ, റൈറ്റ്, ഇതിൻ്റെ കറസ്പോണ്ടിങ് ആൻറ്റി പാർട്ടിക്കിൾസ്. റൈറ്റ്, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻസ്. The first question is this: the charm quark S assigned a charm quantum number C = 1. The charm quark C, okay, ഇത് C എന്നാണ് വേണ്ടത്. ഓക്കെ, charm quark നമ്മൾ സ്ട്രേഞ്ച് ക്വാർക്സ് എസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്ട്രേഞ്ച്നെസ് അസൈൻ ചെയ്തിരുന്നു അല്ലേ, സ്ട്രേഞ്ച്നെസ് -1 എന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ ചാം ക്വാർക്ക് C അസൈൻ്റെ ചാം ക്വാണ്ടിറ്റി നമ്പർ C = 1. ചാം ക്വാർക്കിന് നമ്മളൊരു ക്വാണ്ടിറ്റി നമ്പർ കൊടുക്കുകയാണ്. How should the Gell-Mann-Nishijima formula for electric charge be modified for flavors of quarks? അപ്പോൾ നമ്മൾ Gell-Mann-Nishijima ഫോർമുല നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ Gell-Mann-Nishijima ഫോർമുല. ഓക്കെ, Q = I3 + ½ A + S. ഓക്കെ, A എന്ന് പറയുന്നത് ഇവിടെ ബൈരിയോൺ നമ്പറാണ്. റൈറ്റ്, ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നത് ഈ A + S കൂടെ C കൂടെ ആഡ് ചെയ്താൽ മതി. റൈറ്റ്, അതുപോലെ ബോട്ടംനെസ് ടോപ്നെസ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ Gell-Mann-Nishijima ഫോർമുല ഡയറക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ ജനറലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് Gell-Mann-Nishijima ഫോർമുല അറിയുകയാണെങ്കിൽ വി വിൽ നോ ദാറ്റ് ദിസ് ഹാസ് ടു ബി ദ ആൻസർ. ഓക്കെ, Q = I3 + ½ B + S + C. അപ്പോൾ ഈ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന B എന്ന് പറയുന്നത് ബൈരിയോൺ നമ്പറാണ്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പല ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും ബൈരിയോൺ നമ്പറിന് B എന്നാണ് ഡിനോട്ട് ചെയ്യുക. നമ്മൾ ബൈരിയോൺ നമ്പറിന് A എന്നാണ് ഡിനോട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് എന്താണ് തന്നിരിക്കുന്ന കോൺടെക്സ്റ്റിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ അതൊരു കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഇല്ല. പല ടെക്സ്റ്റ് ബുക്കുകളിലും ബൈരിയോൺ നമ്പറിന് A എന്നാണ് എഴുതുക. വേറെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ബൈരിയോൺ നമ്പറിന് B എന്നെഴുതും. അപ്പോൾ ബോട്ടംനെസ്സിന് B' എന്നെഴുതും. ഓക്കെ, ബൈരിയോൺ നമ്പറിന് B ഓൾറെഡി നമ്മൾ അസൈൻ ചെയ്യുകയാണെങ്കിൽ ബോട്ടംനെസ്സിന് B' എന്ന് എഴുതി കാണാറുണ്ട്. ഓക്കെ, നമ്മുടെ നൊട്ടേഷനിൽ നമ്മൾ ചെയ്തത് ബൈരിയോൺ നമ്പറിന് A കൊടുത്തു, ബോട്ടംനെസ്സിന് B കൊടുത്തു. റൈറ്റ്, സോ ദിസ് ഇസ് ദ ആൻസർ.
a spin half particle, the second question is this, a spin half particle A undergoes the decay, it has to be C here, undergoes a decay A to B plus C plus D, where it is known that B and C are also spin half particles. Okay, B and C are also spin half particles. The complete set of allowed values of the spin of the particle D, particle D യുടെ allowed ആയിട്ടുള്ള സ്പിൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എ ലെഫ്റ്റ് സൈഡിൽ നമുക്കറിയാം സ്പിൻ ഹാഫ് ആണെന്ന് അറിയാം. റൈറ്റ് സൈഡിൽ പോസിബിൾ ആയിട്ടുള്ള ഹാഫ് കൊമ ഹാഫ്, ബിയുടെയും സിയുടെയും ഹാഫാണ്. റൈറ്റ്, ഇപ്പോൾ ഹാഫ് കൊമ ഹാഫ്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാം. ഹാഫ് മൈനസ് ഹാഫ് 0യും ഹാഫ് പ്ലസ് ഹാഫ് 1, രണ്ട് പോസിബിലിറ്റി ഉണ്ട്. റൈറ്റ്, ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ പാർട്ടിക്കിൾ ഡിയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ പാർട്ടിക്കിൾ ഡിയുടെ സ്പിൻ എന്തായിരിക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ടിക്കിൾ ഡിയുടെ സ്പിൻ ചൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് you should get spin half here. Okay, the addition of angular momentum should give you one of the results has to be half. Okay, അപ്പോൾ ഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി ഹാഫ് ഇട്ട് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഡി ഹാഫ് ഇടുകയാണെങ്കിൽ പോസിബിലിറ്റീസ് എന്തൊക്കെയാവും? ഡിക്ക് നമ്മൾ ഹാഫ് എന്ന വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ഹാഫും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 0യുടെ കൂടെ ഹാഫ് ചെയ്യുമ്പോൾ ഹാഫ് തന്നെ കിട്ടുക, 1ൻ്റെ കൂടെ ഹാഫ് ചെയ്യുമ്പോൾ ഹാഫ് കൊമ 3/2 എന്നിങ്ങനെയുള്ള പോസിബിലിറ്റീസ് കിട്ടും. സോ ഡി ക്യാൻ ബി ഹാഫ് അല്ലേ, അതായത് ഇവിടെയുള്ള ഏതെങ്കിലും ഒന്ന് ഇപ്പുറത്തുണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൺസർവേഷൻ പോസിബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി ക്യാൻ ടേക്ക് വാല്യൂ ഹാഫ്, ദറ്റ്സ് നോ പ്രോബ്ലം. റൈറ്റ്, അതുപോലെ ഡി കനോട്ട് ടേക്ക് വാല്യൂ 1. ഇവിടെ ഉദാഹരണത്തിന് നമ്മൾ 1 ആണ് ഇടുകയാണെങ്കിൽ 1 എന്നുള്ള വാല്യൂ ആണ് ഇടുന്നതെങ്കിൽ 1 പോലുള്ള വാല്യൂ ആണ് ഇടുന്നതെങ്കിൽ നമുക്ക് ഇവിടെയുള്ള പോസിബിലിറ്റീസ് ഇവിടെ 1 വരാം, ഇവിടെ 0 and 1 and 2. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗുലർ മൊമെൻ്റം കൺസർവേഷൻ ഈ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. സോ ഡി കനോട്ട് ബി 1. റൈറ്റ്, അതുകൊണ്ട് ഓപ്ഷൻ എ നമ്മൾ ഒഴിവാക്കി. ഓപ്ഷൻ ബിയിൽ 0 and 1 ആർ പോസിബിൾ എന്ന ചോദ്യമാണ്. 1 പോസിബിൾ അല്ല നമ്മൾ ഓൾറെഡി കണ്ടു. സോ ദാറ്റ് ഓൾസോ ക്യാൻ ബി റിമൂവ്ഡ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 1/2, 3/2, 5/2, 7/2 എന്നിങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ ഉണ്ട്. റൈറ്റ്, നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് 3/2 നമ്മൾ ഹാഫ് പോസിബിൾ ആണെന്ന് ഓൾറെഡി കണ്ടു. 3/2 ഒന്ന് കൊടുത്തു നോക്കാം. 3/2 കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് 3/2, 0യുടെ കൂടെ വരുമ്പോൾ 3/2 മാത്രമേ ഉള്ളൂ. 1ൻ്റെ കൂടെ വരുമ്പോൾ നമുക്ക് 1 - 3/2 അല്ലേ, 1 - 3/2 പറഞ്ഞാൽ 1/2 ആണ്. കറക്റ്റ്, 1 - 3/2ൻ്റെ മോഡുലസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1 - 3/2 മോഡുലസ്. ഓൾറൈറ്റ്, സോ ദാറ്റ്സ് 1/2. അതുപോലെ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുകയാണെങ്കിൽ 3/2. ഈ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ആക്ച്വലി ഇത് പോസിബിൾ ആണെന്ന് നമ്മൾ കാണുന്നത് അല്ലേ, അതായത് ഇവിടെ ഹാഫ് ഉണ്ട്, ഇവിടെ വൺ ഓഫ് ദ പോസിബിലിറ്റീസ് ഈസ് ഹാഫ്. ഓക്കെ, സോ ഇറ്റ് സീംസ് ദാറ്റ് 3/2 ഈസ് ഓൾസോ ആൻ അലൗഡ് വാല്യൂ. ഓക്കെ, ലെറ്റ്സ് ഓൾസോ ചെക്ക് 5/2. 5/2 കൊടുക്കുകയാണെങ്കിലോ ഇവിടെ നമുക്ക് 5/2 വരും. ഓക്കെ, 1ൻ്റെ കൂടെ 5/2 വരുമ്പോൾ 5/2 - 1 അതാണ് 3/2. ഇതാണ് ഇതിൻ്റെ മിനിമം പോസിബിൾ വാല്യൂ. 3/2 + 1 എന്ന് പറയുന്നത് 5/2. റൈറ്റ്, ഇപ്പോൾ നമ്മൾ സ്പിന്നിന് 5/2 കൊടുക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ എവിടെയും നമുക്ക് ഹാഫ് എന്നുള്ള സ്പിൻ കിട്ടില്ല. ദാറ്റ്സ് ഇമ്പോസിബിൾ. റൈറ്റ്, അതുകൊണ്ട് തന്നെ 5/2 മുകളിലേക്കുള്ളത് ഇമ്പോസിബിൾ ആണെന്ന് പറയും. ഇറ്റ് കുഡ് ബി ഹാഫ് ആൻഡ് 3/2. ആക്ച്വലി നമ്മൾ ഇപ്പോഴത്തെ അനാലിസിൽ റഫായിട്ട് നമ്മൾ പറയുന്നത് ഇറ്റ് കുഡ് ബി ഹാഫ് ആൻഡ് 3/2 എന്നുള്ളതാണ്. ബട്ട് ദിസ് 5/2 ആൻഡ് 7/2 ഇറ്റ് കനോട്ട് ബി. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമ്മൾ എക്സാമിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസറാണ് എടുത്ത് എഴുതേണ്ടത്. അപ്പം നമുക്ക് ഓപ്ഷൻ എയും ബിയും ഡിയും അല്ല. റൈറ്റ്, പിന്നെയുള്ള ഓപ്ഷൻ സിയിൽ ഹാഫ് ഓൺലി എന്നാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ്, സോ ദാറ്റ്സ് ദ ആൻസർ ദാറ്റ് വി ഷുഡ് ചൂസ്. ഓക്കെ, തൽക്കാലം ഈ ഡിക്ക് 3/2 ആകുന്ന കേസ് റൂൾ ഔട്ട് ചെയ്യുന്നൊന്നും തന്നെ ഇൻഫർമേഷനൊന്നും നമ്മുടെ കയ്യിലിപ്പോൾ ഇല്ല. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഓപ്ഷൻ നോക്കുമ്പോൾ എ, ബി ആൻഡ് ഡി ആർ ഡെഫിനറ്റ്ലി റോങ്. റൈറ്റ്, സോ ഇറ്റ് ഹാസ് ടു ബി ഓപ്ഷൻ സി. റൈറ്റ്, ബട്ട് നമ്മുടെ അനാലിസിസിൽ നമ്മൾ കാണുന്നത് ഇറ്റ് കുഡ് ബി ഹാഫ് ഓർ 3/2. പാർട്ടിക്കിൾ ഡി കുഡ് ഹാവ് സ്പിൻ ഹാഫ് ഓർ 3/2. റൈറ്റ്, ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് spin conserved in this case, or angular momentum conserved in this case. Okay, anyway we'll choose option C for that. Right, ഇനി D എന്നുള്ള പാർട്ടിക്കിളിന് സ്പിൻ 3/2 വരാൻ പാടില്ല എന്ന് പറയുന്ന എന്തെങ്കിലും റീസൺ
പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. ഐ ഡോണ്ട് നോ ഇഫ് ദർ ഇസ് എനി റീസൺ വൈ ഡി ഷുഡ് നോട്ട് ഹാവ് സ്പിൻ 3/2. ഓക്കെ, മേ ബി ഐ എം മിസ്സിങ് സം ഇൻഫർമേഷൻ ഹിയർ. പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. നോ അതർ ഓപ്ഷൻ വിൽ ബി കറക്റ്റ്. ഓൾറൈറ്റ്, ബട്ട് നമ്മുടെ ഇപ്പോഴുള്ള അറിവ് വെച്ചിട്ട് ഐ തിങ്ക് ദറ്റ് ഡി ക്യാൻ ഹാവ് സ്പിൻ ഹാഫ് ആൻഡ് 3/2. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് വുഡ് ബി ദ ബെറ്റർ ഓപ്ഷൻ. ഓൾറൈറ്റ്, no reason comes to my mind why 3/2 should be avoided. I don't know. Okay, if we come across something, we can see it then. The third question: a baryon X decays by strong interaction. Okay, it's given that this is a strong interaction as X goes to sigma plus pi minus plus pi 0, right? Where sigma plus is a member of the isotriplet, so that information is given. The third component I3 of the isospin of X, isospin of X ന്റെ I3 എന്താണെന്നാണ് ചോദ്യം. I3 എന്താണ്? അപ്പോൾ I3 അഡിറ്റീവ് ആണെന്ന് നമുക്കറിയാം. I3 അഡിറ്റീവ് ആണെന്ന് മാത്രമല്ല, അത് സ്ട്രോങ് ഇൻറ്ററാക്ഷൻസിൽ കൺസേർവ്ഡ് ആണ്. സ്ട്രോങ് ഇൻറ്ററാക്ഷനിൽ കൺസേർവ്ഡ് ആണ്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലുള്ള I3 എല്ലാം എടുത്ത് ആഡ് ചെയ്താൽ മതി. സിഗ്മ പ്ലസിൻ്റെ I3 എന്ന് പറയുന്നത് 1 ആണ്. പൈ മൈനസിൻ്റേത് -1 ആണ്, ശരിയല്ലേ? പൈ മൈനസിൻ്റെ -1 ആണ്. യെസ്, -1 0 +1. പൈ പ്ലസിൻ്റെ 0 ആണ്. So you see that I3 on the right side is 0, and it's given that the interaction is a strong interaction. So I3 is conserved, which means that I3 of X is equal to 0. So it is option A. Okay. Right. Next question: a beam of pions, pi plus, is incident on a proton target, giving rise to the process pi plus plus p gives n plus pi plus plus pi plus. All right. Assuming that the decay proceeds through strong interactions, the total isospin and its third component I3 for the decay products. Decay products inde I-ഉം I3യും എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് സ്ട്രോങ് ഇൻറ്ററാക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. സോ ഐയും I3യും കൺസേർവ്ഡ് ആണ്. I and I3 ആർ കൺസേർവ്ഡ്. റൈറ്റ്, അപ്പോൾ നമുക്ക് ആദ്യം I3 നോക്കാം. കാരണം അഡിറ്റീവ് ആണ്, എളുപ്പമാണ്. I3 നോക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നത് I3. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടുന്ന I3 എന്ന് പറയുന്നത് ദിസ് ഇസ് 1 + 1/2, so that's equal to 3/2. Okay, so the total isospin and its third component I3 for the decayed products, it has to be 3/2. അത് ഓബ്വിയസ് ആണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. റൈറ്റ്, കാരണം n ഈക്വൽ ടു എന്നിൻ്റെ I3 എന്ന് പറയുന്നത് -½ ആണ്. ദിസ് ഇസ് 1 1. ഓക്കെ, സോ 2 - ½ 2 - ½ അല്ലെങ്കിൽ ½ + 1, ദാറ്റ്സ് 3/2. സോ I3 is 3/2. that we understand. അപ്പോൾ I3 3/2 ഉള്ള ഓപ്ഷൻ മാത്രം നമ്മൾ ഇവിടുന്ന് എടുത്താൽ മതി. I3 3/2 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? Unfortunately, there are 2 options where I3 is 3/2. Okay, I3 3/2 ഉള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ എങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാമായിരുന്നു. ഓക്കെ, സോ വി കുഡ് എലിമിനേറ്റ് ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി. റൈറ്റ്, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ചൂസ്. സോ അപ്പോൾ ഇനി ഇത് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഐസോസ്പിൻ കൺസർവേഷനും കൂടെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്, ചിലപ്പോൾ sometimes we get lucky, and by doing just one calculation we get the possible answer. Let's check the isospin conservation also. As I said, isospin conservation നമ്മൾ വെക്റ്റർ അഡീഷൻ രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഐസോസ്പിൻ നമ്മളിങ്ങനെയാണ് എഴുതുന്നത് 1 and half. 1 and half. അപ്പോൾ ഇവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഇറ്റ് കുഡ് ബി ഹാഫ് ഓർ 3/2. ഹാഫ് ഓർ 3/2. റൈറ്റ്, അപ്പോൾ ഇതിൽ ഏതാണ്? അതുപോലെ റൈറ്റ് സൈഡിലുള്ള പോസിബിലിറ്റീസ് നമുക്ക് ആദ്യം നോക്കാം. n plus pi plus. ഓക്കെ, ½ 1. ഇത് ഐസോസ്പിൻ ഹാഫ് ആയിട്ടുള്ളൊരു മൾട്ടിപ്ലറ്റിൻ്റെ ഭാഗമാണ്. ഇത് ഐസോസ്പിൻ 1 ആയിട്ടുള്ള മൾട്ടിപ്ലറ്റിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ½ 1. റൈറ്റ്, നമ്മൾ ½ 1ൻ്റെ 2 പോസിബിലിറ്റീസ്, എല്ലാ പോസിബിലിറ്റീസ് എടുത്തിട്ട് അതിൻ്റെ കൂടെ പൈ പ്ലസിൻ്റെ ഐസോസ്പിനും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വെക്റ്റർ അഡീഷൻ രീതിയിൽ. റൈറ്റ്, നമ്മൾ പരിചയിച്ച രീതിയിൽ. അപ്പോൾ അത് നമ്മൾ എന്നിൻ്റെയും പൈ പ്ലസിൻ്റെ എടുക്കുകയാണ്. സോ ഇറ്റ് കുഡ് ബി ഹാഫ് ആൻഡ് 3/2. ഓക്കെ, ഇനി നമ്മൾ പൈ പ്ലസും കൂടെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. പൈ പ്ലസിൻ്റെ ഐസോസ്പിൻ 1 ആണ് നമുക്കറിയാം. പൈ പ്ലസിൻ്റെ ഐസോസ്പിൻ 1 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മളിവിടെ 1 ആണെങ്കിൽ നമുക്കിവിടെ 1 ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് കുഡ് ബി 2 രീതിയിൽ കമ്പൈൻ ചെയ്യുക. ഇറ്റ് കുഡ് ബി 1/2 ഓർ 3/2. ഓക്കെ,
3/2 കൂടെ രണ്ട് രീതിയിൽ, രണ്ടോ മൂന്നോ രീതിയിൽ കമ്പൈൻ ചെയ്യാം. ലെറ്റ്സ് ഫസ്റ്റ് ചെക്ക് 3/2 minus 1. സോ ദാറ്റ്സ് 1/2. 3/2 minus 1 ചെയ്തു. 3/2 minus 1. ഓക്കെ, ഇനി നമ്മൾ ആംഗുലർ മൊമെൻറ്റത്തിന് ചെയ്ത പോലെ തന്നെയാണ് J1 minus J2 up to J1 plus J2 എന്ന ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കാര്യത്തിൽ ചെയ്തില്ല. അതേപോലെ തന്നെ ഐസോസ്പിൻ ചെയ്യേണ്ടത് ഇവിടെ ഇൻ സ്റ്റെപ്സ് ഓഫ് 1 ആണ്. അപ്പോൾ ഇതാണ് മിനിമം വാല്യൂ. യു ആഡ് 1 സ്റ്റെപ്പ്. ഇറ്റ്സ് 1/2 plus 1 is 3/2. There is one more possibility. It could be 3/2 plus 1. It could be 5/2. ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 3/2 plus 1 ആണ്. റൈറ്റ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ there are two possibilities. It could be half or 3/2. റൈറ്റ് സൈഡിൽ ഹാഫ് എന്ന പോസിബിലിറ്റി ഉണ്ട്, 3/2 എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്, 5/2 എന്ന പോസിബിലിറ്റിയും ഉണ്ട്. സോ വിച്ച് ഷുഡ് വി ചൂസ്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ക്ലിയർലി വി കനോട്ട് ചൂസ് ഹാഫ്. ഹാഫ് എന്നുള്ള ഈ ചാനൽ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഹാഫ് ചൂസ് ചെയ്യാൻ കഴിയാത്തത്? ഹാഫ് ചൂസ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മുടെ I3 3/2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ I is equal to half ആണെങ്കിൽ I3 cannot be 3/2. അല്ലേ? I half ആണെങ്കിൽ രണ്ട് പോസിബിൾ വാല്യൂസ് ഉള്ളൂ, മൈനസ് ഹാഫും പ്ലസ് ഹാഫും. സോ ഇറ്റ് cannot be 3/2. സോ വി ക്യാൻ അവോയ്ഡ് ഹാഫ്. പിന്നെ ഉള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ 3/2 ആണ്, റൈറ്റ് സൈഡിൽ 3/2 ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. Okay, so this has to be the correct answer. So I has to be equal to 3/2. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ I equal to 5/2 എന്നുള്ളൊരു പോസിബിലിറ്റി റൈറ്റിലുണ്ട്. പക്ഷേ I equal to 5/2 ആണെങ്കിൽ ഐസോസ്പിൻ കൺസേർവ്ഡ് അല്ല. ആ പോസിബിലിറ്റിയിൽ ഐസോസ്പിൻ കൺസേർവ്ഡ് അല്ല. കാരണം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് I equal to 5/2 എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള പോസിബിലിറ്റീസിൽ ഏതെങ്കിലും ഒരെണ്ണം റൈറ്റ് സൈഡിലുണ്ടെങ്കിൽ ദ റിയാക്ഷൻ ക്യാൻ ബി carried out through that particular channel in as we say. അതായത് ഇവിടെ 1/2, ഇവിടെ 3/2, ഇവിടെ 1/2, 3/2, 5/2 ഉണ്ടെങ്കിൽ ഇത് 1/2 ആകുന്ന രീതിയിലും ക്യാരി ഔട്ട് ചെയ്യപ്പെടാം, അതുപോലെ 3/2 ആകുന്ന രീതിയിലും ക്യാരി ഔട്ട് ചെയ്യപ്പെടാം. പക്ഷേ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ I3 3/2 ആയതുകൊണ്ട് 1/2 എന്നുള്ള പോസിബിലിറ്റി നമ്മൾ ഒഴിവാക്കി. സോ ഇറ്റ് ഹാസ് ടു ബി 3/2. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഈ ഇൻട്രാക്ഷൻ, സ്ട്രോങ് ഇൻട്രാക്ഷൻ വഴി നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഐസോസ്പിൻ 3/2, റൈറ്റ് സൈഡിലുള്ള ഐസോസ്പിൻ 3/2 തന്നെ ആയിരിക്കും. ഇവിടെ നമ്മൾ 5/2 എന്ന് കാണുന്നുണ്ട്, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ 5/2 എന്നുള്ള പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ദാറ്റ് കൈൻഡ് ഓഫ് ഡീകേ ഓർ ദാറ്റ് കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ cannot take place through the strong interaction. So it is option A. The answer is option A. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് സ്റ്റുഡൻസ് വരുത്തുന്നൊരു മിസ്റ്റേക്ക് ഇതാണ്. ഐസോസ്പിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വെക്ടർ അഡീഷൻ എടുക്കാതെ എന്ത് ചെയ്യും? പൈപ്പ് പ്ലസ് ഐസോസ്പിൻ 1 ആണ്, ഇത് ഐസോസ്പിൻ ഹാഫ് ആണ്. അപ്പോൾ 3/2. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഹാഫ് പ്ലസ് 1 പ്ലസ് 1 5/2. ഇപ്പോൾ നമ്മൾ 5/2 എന്നുണ്ട്, ഉടനെ ഇവിടെ 5/2 ഉള്ള ആൻസർ എടുത്തെഴുതാനുള്ള സാധ്യതയുണ്ട്. അത്തരം മിസ്റ്റേക്സ് സ്റ്റുഡൻസ് ചെയ്യുന്ന കാണാറുണ്ട്. അങ്ങനെയല്ല ഐസോസ്പിൻ, ആംഗുലർ മൊമെൻറ്റം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ആദ്യം രണ്ടെണ്ണം കമ്പൈൻ ചെയ്യുക, അതിൻ്റെ എല്ലാ പോസിബിൾ വാല്യൂസ് എഴുതുക. ഇവിടെ നമ്മൾ ആദ്യം രണ്ടെണ്ണം കമ്പൈൻ ചെയ്തു, അതിൻ്റെ കൂടെ മൂന്നാമത്തേതും കൂടെ കമ്പൈൻ ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന പോസിബിൾ വാല്യൂസ് ഹാഫ്, 3/2 ആൻഡ് 5/2 ആണ്. അപ്പോൾ അത് നമ്മൾ I3 കൺസേർവ്ഡ് ആവണം എന്നുള്ള കണ്ടീഷനും കൂടെ ഉപയോഗിച്ചിട്ടാണ് I 3/2 ആയിരിക്കണം എന്നുള്ള കൺക്ലൂഷനിൽ എത്തിയത്. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. ദ റിയാക്ഷൻ 1D2 plus 1D2. So D stands for deuteron. Deuteron is a nucleus with 1 proton and 1 neutron. 2He4. So that's the alpha particle. 2He4 എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആണ്. ദാറ്റ്സ് ദ ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ഇവിടെ മുകളിൽ എഴുതിയിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്. താഴെയുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണെന്ന് പറയാം. നമ്മൾ യൂഷ്വലി മാസ് നമ്പർ എന്ന് പറഞ്ഞ് എഴുതുന്ന കാര്യമാണ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. ഇത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ആണുള്ളത്. ഡ്യൂട്രോൺ എന്ന് പറഞ്ഞാൽ 1 പ്രോട്ടോൺ ആൻഡ് 1 ന്യൂട്രോൺ ആണ് ഉള്ളത്. അപ്പോൾ ദ റിയാക്ഷൻ cannot proceed via strong interaction because it violates the conservation. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ സ്ട്രോങ് ഇൻട്രാക്ഷൻ വഴി നടക്കില്ല എന്ന കാര്യം അവർ ആദ്യം തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നടക്കാത്തത്? അതാണ് ചോദ്യം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രോങ് ഇൻട്രാക്ഷനിൽ കൺസേർവ് ചെയ്യപ്പെടേണ്ട ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പർ ഈ ഇൻട്രാക്ഷനിൽ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവണം. അതുകൊണ്ടായിരിക്കും ഇത് സ്ട്രോങ് ഇൻട്രാക്ഷൻ വഴി നടക്കില്ല എന്ന് നമ്മൾ പറയുന്നത്.
ഓക്കെ, അപ്പോൾ അത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സ്ട്രേഞ്ച്നെസ് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളത് ആക്ച്വലി ഐസോസ്പിൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഐസോസ്പിൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഐസോസ്പിൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡ്യൂട്രോണിൻ്റെ ഐസോസ്പിൻ 0 ആണ്. ഡ്യൂട്രോൺ എന്ന് പറയുന്ന ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്യൂട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പോലെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്ത് വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അതൊരു ഐസോസ്പിൻ സിംഗ്ലെറ്റ് ആയിട്ടാണ് നമ്മൾ ഡ്യൂട്രോണിൻ്റെ ഇത് കിട്ടുക. ആ രീതിയിൽ മാത്രമേ അതിൻ്റെ വേവ് ഫംഗ്ഷൻ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഡ്യൂട്രോണിൻ്റെ ഐസോസ്പിൻ 0 ആണെന്ന് പറയുന്നത്. നമ്മൾ റഫായിട്ട് നോക്കുമ്പോൾ ന്യൂട്രോണിൻ്റെ ഐസോസ്പിൻ ഹാഫ് ആണ്, പ്രോട്ടോണിൻ്റെ ഐസോസ്പിൻ ഹാഫ് ആണ്. ഓക്കെ, അപ്പോൾ 2 പോസിബിലിറ്റീസ് ഉണ്ട്, 0 and 1 അല്ലേ, ഐസോസ്പിൻ 0 ആൻഡ് ഐസോസ്പിൻ 1. പക്ഷേ ഈ 1 എന്നുള്ള പോസിബിലിറ്റിയിൽ വേവ് ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ കഴിയില്ല, ഡ്യൂട്രോൺ വേവ് ഫംഗ്ഷൻ എഴുതാൻ കഴിയില്ല, ബിക്കോസ് ഓഫ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. യു ക്യാൻ ചെക്ക് സം പാർട്ടിക്കിൾ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ടു സീ ഹൗ വി ആക്ച്വലി റൈറ്റ് ദ വേവ് ഫംഗ്ഷൻ. അതായത് നമ്മുടെ വേവ് ഫംഗ്ഷൻ ആൻറ്റിസിമെട്രിക് ആയിരിക്കണം. ഇറ്റ് ഹാസ് ടു ബി ആൻറ്റിസിമെട്രിക് with respect to exchange of particles. All right. So for this reason, deuteron has isospin 0. You can actually remember this as a extra information. നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഇതൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് ഓർമ്മിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. ഡ്യൂട്രോൺ ഹാസ് ഐസോസ്പിൻ 0. റൈറ്റ്, അതുപോലെ ആൽഫ പാർട്ടിക്കിളിൻ്റെയും ഐസോസ്പിൻ 0 ആണ്. റൈറ്റ്, ആൽഫ പാർട്ടിക്കിളിൻ്റെയും ഐസോസ്പിൻ 0 ആണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇല്ലാതിരുന്ന ഇൻഫർമേഷൻ ഡ്യൂട്രോണിൻ്റെയും ആൽഫ പാർട്ടിക്കിളിൻ്റെയും ഐസോസ്പിൻ ആണ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ ആർഗ്യുമെൻസിലൂടെ it can be seen that deuteron has isospin 0, also the alpha particle also has isospin 0. Okay, so let's check isospin conservation here. Isospin conservation നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 0,0, റൈറ്റ് സൈഡിൽ 0,1 അല്ലേ. പൈ 0 എന്ന് പറയുന്ന ഒരു ട്രിപ്ലറ്റിൻ്റെ ഭാഗമാണ്. ഇറ്റ്സ് ഐസോസ്പിൻ 1. സോ ദർ ഇസ് നോ വേ, റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ 0 മാത്രമേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ 1 എന്ന പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. സോ ദർ ഇസ് നോ വേ ദാറ്റ് ഐസോസ്പിൻ is conserved here. Isospin cannot be conserved in this interaction. All right, so there's an option D. Option D says that option D says isospin. Okay, all right, so that's the answer. All right, the reaction 1D2 plus 1D2 gives 2He4 plus pi 0 cannot proceed via strong interactions because this interaction would violate conservation of isospin. Okay, all right. Next question is this: the dominant interactions underlying the following processes A. Okay, following process, this is A, this A should have come here. All right, following processes. Okay, അപ്പോൾ ഇതെല്ലാം നമ്മൾ പഴയ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്ത പ്രോബ്ലംസ് ആണ്. സോ ഇറ്റ്സ് എ ഗുഡ് പ്രാക്ടീസ്. റൈറ്റ്, വി സി വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ബീങ് ആസ്ക്ഡ്. ദ ഡോമിനൻറ്റ് ഇൻട്രാക്ഷൻസ് അണ്ടർലൈങ് ദ ഫോളോയിങ് പ്രോസസ്. അപ്പോൾ ഡോമിനൻറ്റ് ഇൻട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ പല ഇൻട്രാക്ഷൻ എടുക്കുമ്പോഴും some of the interactions can take place in a number of ways. Okay, it can interact both strongly and weakly, or both electromagnetically and weakly. അങ്ങനെയുള്ള സാധ്യതകളുണ്ടാവും. റൈറ്റ്, പക്ഷേ നമ്മളിവിടെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. റൈറ്റ്, അപ്പോൾ എ എന്ന് പറയുന്നത് K-+P gives σ-+π+. റൈറ്റ്, അപ്പോൾ ഇത് അലൗഡ് ഇൻട്രാക്ഷൻ ആണെന്നോ, അപ്പോൾ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ എ എന്ന് പറയുന്നത് അലൗഡ് ഇൻട്രാക്ഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. K- നമുക്ക് ഉദാഹരണത്തിന് ചാർജ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 0 ആണ്, റൈറ്റ് സൈഡിൽ 0 ആണ്. സോ ചാർജ് കൺസർവേഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. Baryon number is conserved. Proton is a baryon and σ- is also a baryon. So baryon number is conserved. Okay, and so baryon number is conserved. Strangeness is also conserved because K- has strangeness has strangeness -1. അതൊന്ന് ചെക്ക് ചെയ്യാം. K-, okay, we can check, or we can look at the picture. K- has strangeness -1. K- has strangeness -1 and sigma also has strangeness -1. All right, so you see that strangeness is also conserved here. ഇവിടെ -1 ഉണ്ട്, ഇവിടെയും -1 ഉണ്ട്. So strangeness is also conserved. So this is an allowed interaction and strangeness is conserved. You could also check I3. And I. We can also check I3 and I. All right. അപ്പോൾ I3 നമ്മൾ നോക്കുകയാണെങ്കിൽ K-
has I3 minus half. Is that correct? Okay, just look back at this. K minus has I3 minus half and K0 bar has I3 plus half. Okay, so we can check that. നമ്മൾ K മൈനസ് നോക്കുകയാണെങ്കിൽ I3 ഇവിടെ നോക്കുകയാണ്. I3 it has minus half and P has I3 half. Alright, on the right side what do we have? On the right side we have got sigma minus into I3 minus 1 ആണ്, pi plus into I3 plus 1 ആണ്. So it's 0 on both sides. So I3 is also conserved. What about isospin? Isospin നോക്കാം. K minus എന്ന് പറയുന്നത് ഒരു isospin doublet ആണ്, doubletന്റെ ഭാഗമാണ്. So it has isospin half. Proton also has isospin half. Right? അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ഹാഫ് ആണുള്ളത്. There are two possibilities, 0 and 1. Okay, റൈറ്റ് സൈഡിൽ എന്തൊക്കെയാണുള്ളത്? റൈറ്റ് സൈഡിൽ സിഗ്മ മൈനസ് ഉണ്ട്, ഇറ്റ് ഇസ് isospin 1. Pi plus is also isospin 1. Okay, these are part of triplet, and you see that there are two possibilities, 0 and 1. Sorry, there are three possibilities actually, 0, 1 and 2. All right, so you see that isospin can be conserved. Okay, either it can go from 0 to 0 or 1 to 1. All right, so I is also conserved. This means that A must be a strong interaction. All right, so immediately we can rule out option C and option D. Let's look at option B. We have got mu minus plus mu plus gives K minus plus K plus. Okay, so we assume that these are allowed interaction. ചോദ്യത്തിൽ തന്നിരിക്കുന്ന allowed interaction ആണ് നമ്മൾ assume ചെയ്യാണ്. നമുക്ക് strangeness ചെക്ക് ചെയ്ത് നോക്കാം. Strangeness ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ strangeness 0 ആണ്, because these are leptons. Okay, leptons have, we assign leptons strangeness 0. റൈറ്റ് സൈഡിൽ K മൈനസും K പ്ലസും. റൈറ്റ്, K മൈനസിൻ്റെ -1, K പ്ലസിൻ്റെ +1 ആണ്. യു ക്യാൻ ചെക്ക് ദാറ്റ്. യാ, ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, നമ്മൾ ഓക്റ്ററ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ വരുന്ന പാർട്ടിക്കിൾസ് ആണ് K0യും K പ്ലസും. അതുപോലെ ഇവിടെയാണ് ഐസോസ്പിൻ 0 വരുന്നത്. ദിസ് ഇസ് ഐസോസ്പിൻ 1, ദിസ് ഇസ് ഐസോസ്പിൻ -1. ഇവിടെ വരുന്നത് K മൈനസും K0 ബാർ. ഓൾറൈറ്റ്, അപ്പോൾ അതിൽ നമുക്ക് -1 +1, so that's 0. So strangeness is conserved. Okay, let's also check isospin. Let's directly check isospin നമുക്ക് ചെക്ക് ചെയ്യാം. isospin നോക്കുകയാണെങ്കിൽ we see that isospin ലെഫ്റ്റ് സൈഡിൽ 0 ആണ്, റൈറ്റ് സൈഡിൽ both these are parts of doublets. Okay, K minus ഒരു ഡബിളറ്റിൻ്റെ ഭാഗമാണ്, K പ്ലസും ഡബിളറ്റിൻ്റെ ഭാഗമാണ്, which means they both have isospin half. രണ്ട് possibilities, 0 and 1. So isospin can be conserved in this interaction. Okay, so now we can check I3. All right, I3. So when we check I3, ലെഫ്റ്റ് സൈഡിൽ I3 0 ആണ്, റൈറ്റ് സൈഡിൽ K മൈനസും K പ്ലസും ആണുള്ളത് അല്ലേ. K മൈനസിൻ്റെ I3 എന്ന് പറയുന്നത് -1/2 ആണ്, K പ്ലസിൻ്റേത് +1/2 ആണ്. റൈറ്റ്, ഇറ്റ്സ് -1/2 +1/2, so that is 0. I3 is 0 on both sides. Alright, so we see that isospin can be conserved, isospin could be violated also. I3 is conserved. Okay, I3 is conserved. അപ്പോൾ നമ്മൾ വീക്ക് ഇൻട്രാക്ഷൻ ആണെങ്കിൽ സ്ട്രേഞ്ച്നെസ്സും I3യും കൺസേർവ്ഡ് ആവില്ലായിരുന്നു. റൈറ്റ്, ഇനിയുള്ള സംശയം സ്ട്രോങ് ആണോ അതോ ഇലക്ട്രോമാഗ്നറ്റിക് ആണോ എന്നുള്ളതാണ്. സോ വി ഹാവ് റൂൾഡ് ഔട്ട് വീക്ക്. എന്തുകൊണ്ടാണ് വീക്ക് നമ്മൾ റൂൾ ഔട്ട് ചെയ്ത്? ബിക്കോസ് I3 is conserved. റൈറ്റ്, ഇൻ വീക്ക് ഇൻട്രാക്ഷൻ യു ഡോണ്ട് എക്സ്പെക്ട് I3 or strangeness to be conserved or even I to be conserved. റൈറ്റ്, അപ്പോൾ ഇവിടെ I കൺസേർവ്ഡ് ആണ്, നമ്മുടെ isospin conserved ആകാം. Okay, it's possible that isospin can be conserved in this. Alright, അപ്പോൾ നമുക്ക് ചോദ്യം വരാവുന്നത് സ്ട്രോങ് ആണോ അതോ ഇലക്ട്രോമാഗ്നറ്റിക് ആണോ? ഇറ്റ് സീംസ് ദാറ്റ് isospin can be conserved here. So there may be a doubt as to whether it's strong or electromagnetic. Strong ആണോ ഇലക്ട്രോമാഗ്നറ്റിക് ആണോ? നമ്മൾ ഈ കൺസർവേഷൻ ഡോസ് മാത്രം നോക്കുകയാണെങ്കിൽ it could be strong or electromagnetic. Okay, but we have an important clue here. There are two leptons here, there are two muons here. Okay, leptons do not interact via the strong interactions. Okay, leptons do not interact via strong interaction. So strong can be ruled out in that manner. Okay, strong can be ruled out. So the only possibility we are left with is
It has to be electromagnetic. It has to be electromagnetic. Alright, so it is option A. All other options we have ruled out. Alright, I hope this is clear. Isospin conserved ആകാം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷനിൽ ഐസോസ്പിൻ കൺസർവ്ഡ് ആവുന്നൊരു സാധ്യത ഉണ്ടാകാം. നമ്മൾ മുൻപ് അതുപോലുള്ള എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ വിലയിരുത്തുക, അതുകൊണ്ട് മാത്രം നമ്മൾ കൺക്ലൂഡ് ചെയ്യരുത്. ഓൾറൈറ്റ്, ദിസ് certainly cannot be a strong interaction because there are leptons involved. Okay, all right, let's check the last one. Okay, just for the purpose of understanding. Anyway, we have found our answer is option A. Let's check the last one. Sigma plus gives P plus pi 0. P plus pi 0. Okay, so we could check I3. I3 നോക്കുകയാണെങ്കിൽ 1 goes to, okay, this is half and this is 0. I3 is not conserved. Okay, I3 is not conserved. I3 is not conserved. All right, so this cannot be electromagnetic, this cannot be strong, so it should be a weak interaction. We could also consider, we could also check isospin, sorry, strangeness. Strangeness നോക്കുകയാണെങ്കിൽ strangeness, sigma plus has strangeness -1. Okay, -1. Proton has strangeness 0 and pi 0 also has strangeness 0. All right, so strangeness is also not conserved. All right, so clearly this is a weak interaction. This is a weak interaction, so it is option A. Consider the four processes. Okay, 4 processes വന്നിട്ടുണ്ട്. Which of the above are forbidden for free particles? ഏതൊക്കെയാണ് forbidden interactions എന്നാണ് ചോദിക്കുന്നത്. All right, for free particles. Okay, so ഫ്രീ പാർട്ടിക്കിൾ ഫോർബിഡൻ ആണോ എന്നറിയാൻ നമ്മൾ കൺസർവേഷൻ ലോസ് എല്ലാ ഇൻട്രാക്ഷനിലും എല്ലാ ഇൻട്രാക്ഷൻസിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില കൺസർവേഷൻ ലോസ് ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ. ബൈഗൺ നമ്പർ, ലെപ്റ്റോൺ നമ്പർ, ചാർജ്, എനർജി മൊമെൻറ്റം കൺസർവേഷൻ എന്നിങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ പി പ്ലസ് ഗീവ്സ് എൻ പ്ലസ് ഇ പ്ലസ് ന്യൂ ഇ. ന്യൂ ഇ എന്ന് പറയുന്നത് ന്യൂട്രിനോ. റൈറ്റ്, സോ വി ക്യാൻ ചെക്ക് ഫസ്റ്റ് ദ ചാർജ്. ചാർജ് കൺസർവേഷൻ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 1 ആണ്, റൈറ്റ് സൈഡിൽ 0 പ്ലസ് 1 പ്ലസ് 0, സോ ഇറ്റ്സ് അഗെയിൻ 1. ചാർജ് ഈസ് കൺസർവ്ഡ്. ഓൾ റൈറ്റ്, വി ക്യാൻ നൗ ചെക്ക് baryon number. Baryon number has to be conserved in all interactions. Baryon number left side 1 ആണ്, right side 1 plus 0 plus 0, കാരണം these are not baryon, so baryon number is also conserved. Alright, what about lepton number? lepton number ഇവിടെ ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 0 ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ 0 ആണ്. റൈറ്റ് സൈഡിലോ ഇവിടെ ഒരു പോസിട്രോൺ ആണല്ലോ അല്ലേ. പോസിട്രോണിൻ്റെ ഇലക്ട്രോൺ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. ഇലക്ട്രോണിൻ്റെ +1 പോസിട്രോണിൻ്റെ -1 ആണ്. അതിൽ ന്യൂ ഇയുടെ ലെപ്റ്റോൺ നമ്പർ എന്ന് പറയുന്നത് +1 ആണ്. സോ ലെപ്റ്റോൺ നമ്പർ ഇസ് ഓൾസോ കൺസർവ്ഡ്. ഓൾറൈറ്റ്, നൗ we have got P gives n plus E plus nu E. Oh, here we have got a problem. Okay, here we have a problem. Right, what's the problem? We have got a proton on the left side. Okay, we have got a proton on the left side. This interaction corresponds to a proton decay. A proton decay, but protons do not decay. Okay, protons do not decay. Proton decay impossible ആണ്. Alright, അപ്പോൾ മെസോൺസിലേക്ക് അത് ഡീക്കേ ചെയ്യില്ല, കാരണം ബൈഗൺ നമ്പർ കൺസർവേഷൻ. ഇവിടെ പ്രോട്ടോൺ, ഇവിടെ റൈറ്റ് സൈഡിലുള്ള മാസ് നമ്മൾ എടുത്തു നോക്കണം. വി നോ ദാറ്റ് ന്യൂട്രോൺ ഇസ് സ്ലൈറ്റ്ലി massive, more massive than the proton. ന്യൂട്രോണിൻ്റെ മാസ് അല്പം കൂടുതലാണ്. റൈറ്റ്, സോ എ പാർട്ടിക്കിൾ cannot decay into heavier particles. അപ്പോൾ നമ്മൾ മാസ് ടേബിൾ നോക്കുകയാണെങ്കിൽ, മാസ് ടേബിൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ മാസ് ഏകദേശം ഈക്വലായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ്, ബട്ട് ന്യൂട്രോൺ ഈസ് സ്ലൈറ്റ്ലി മാസീവ്. പക്ഷേ നമ്മൾ ഇത് ഈക്വലായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ വീണ്ടും നമ്മൾ ഇലക്ട്രോണിൻ്റെ മാസും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. റൈറ്റ്, neutrino mass is almost 0. We can take it to be equal to 0. So option 1 is not possible. All right, which of the above are forbidden for free particles? So option 1 എന്തായാലും forbidden ആണ്. Okay, so we can rule out this, we can rule out this. Okay, we can rule out, okay, it is either C or D. അപ്പോൾ നമ്മളതും കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, 1 and 4, 1 and 2. അപ്പോൾ നമ്മൾ 2 കൂടെ ചെക്ക് ചെയ്ത് നോക്കാം.
2 കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് അലൗഡ് ആണെന്ന് നോക്കാം. ലാംഡ 0 ഡീക്കേസ് ടു പി പ്ലസ് പ്ലസ് ഇ പ്ലസ് പ്ലസ് ന്യൂ ഇ. ഒക്കെ നമുക്ക് പെട്ടെന്ന് ആദ്യം തന്നെ ലാംഡ 0യുടെ മാസ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലാംഡ 0, ലാംഡയുടെ മാസ് ഇറ്റ്സ് 1116. It's much more massive when compared to proton. Okay? So this decay seems to be energetically possible. This decay seems to be energetically possible. What about charge? Charge, is charge conserved? On the left you have got 0 charge, on the right we have got charge 2, right? P plus has charge 1 and E plus has charge 1, so charge 2. Charge is not conserved, all right? So 2 is also an impossible process. Option 1 and option 2 are impossible processes, so it has to be 1 and 2, all right? It has to be 1 and 2, okay? Okay, so we have got the other options. I think we don't have to check, all right? Pi 0 going to gamma plus gamma, that's allowed, that's fine. Charge is conserved. Here also charge is conserved and other quantities are conserved, so it's option D obviously, okay? So this interaction is not allowed energetically, all right? And this charge is not conserved, all right? The other interactions are actually allowed. Consider the following processes involving free particles. Okay, which of the following statements is true? Okay, അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഇതാണ്. പ്രോസസ് 1 obeys all conservation laws. That can be easily checked. Does process 1 obey all the conservation laws? Let's check. Okay, charge, is charge conserved? It's 0 minus 1 plus 1 0. Charge is conserved, right? Because it's 0 on the left side, it's minus 1 plus 1 0 on the right side. Charge is conserved. What about baryon number? Baryon number, here you have got a new n bar, antiparticle of the neutron, so that has baryon number minus 1. Proton bar also has baryon number minus 1, that's also 0. What about electron lepton number? Electron lepton number is also conserved here. Okay, electron lepton number is also conserved because this has lepton number minus 1 and this has lepton number, oh no, lepton number 1 is not lepton number is not conserved here, am I right? This is minus 1 and this is minus 1, so lepton number is not conserved. I'm sorry, lepton number is not conserved, all right? So process 1 obeys all conservation laws. We can rule out this option, all right? Process 1 does not obey all conservation laws. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. പ്രോസസ് 2 കൺസേർവ്സ് ബാരിയോൺ നമ്പർ ബട്ട് വയലേറ്റ്സ് എനർജി മൊമെൻറ്റം കൺസർവേഷൻ, ഓൾറൈറ്റ്? ഓക്കെ, ബാരിയോൺ നമ്പർ ഇവിടെ കൺസേർവ്ഡ് ആണ്. പി ബാർ പ്ലസ് എൻ ഗിവ്സ് പൈ മൈനസ്. ഓക്കെ, പി ബാർ പ്ലസ് എൻ ഗിവ്സ് പൈ മൈനസ്. അപ്പോൾ പി ബാർ ബാരിയോൺ നമ്പർ മൈനസ് 1, എൻ്റെ ബാരിയോൺ നമ്പർ 1, റൈറ്റ് സൈഡിലേക്ക് 0. ബാരിയോൺ നമ്പർ കൺസേർവ്ഡ് ആണ്, ഓൾറൈറ്റ്? But it violates energy momentum conservation. It violates energy momentum conservation. അപ്പോൾ energy momentum conservation ഇവിടെ violate ചെയ്യപ്പെടും. Okay, that's clear because pi minus ൻ്റെ മാസ്, പൈ മൈനസിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസിനേക്കാളും കുറവാണ്. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസിനേക്കാളും കുറവാണ്, ഓൾറൈറ്റ്? സോ ഫോർ ദിസ് റീസൺ ദിസ് ഇൻറ്ററാക്ഷൻ ക്യാൻ നോട്ട് ടേക്ക് പ്ലേസ്. എന്തുകൊണ്ടാണ് സംഭവിക്കില്ല നമ്മൾ പറയുന്നത്? വി ക്യാൻ ഷോ ദാറ്റ് സച്ച് എൻ ഇൻറ്ററാക്ഷൻ ഈസ് നോട്ട് energetically possible. This is not energetically possible, or this is not energetically allowed. ഇതെങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നത്? ഏറ്റവും എളുപ്പമുള്ള രീതി, ഗോ ടു ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം. ഗോ ടു ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ പോയി കഴിയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ ഇതിൻ്റെ ടോട്ടൽ, ഇതിൻ്റെ ഈ രണ്ട് പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് മാസിലാണ് നമ്മളുള്ളത്. ഓക്കെ, ഈ രണ്ട് പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് മാസിലാണുള്ളത്. അതിൻ്റെ അർത്ഥം നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇവിടെ ഈ രണ്ട് പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാണെങ്കിൽ ഇതിൻ്റെ മൊമെൻറ്റും മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ. അതായത് ഈ പ്രോട്ടോണിൻ്റെ മൊമെൻറ്റും ന്യൂട്രോണിൻ്റെ മൊമെൻറ്റും ദേ ഷുഡ് ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അപ്പോഴാണ് അത് ക്യാൻസൽ ചെയ്ത് 0 മൊമെൻറ്റ് ആവുക, അല്ലേ? അപ്പോൾ ടോട്ടൽ മൊമെൻറ്റ് 0 ആണ്. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ മൊമെൻറ്റം കൺസർവേഷൻ വിൽ ടെൽ us that these are at rest. Momentum conservation will tell that the momentum of pi, p pi, okay, has to be 0. കാരണം മൊമെൻറ്റം കൺസേർവ്, ലെഫ്റ്റ് സൈഡിൽ മൊമെൻറ്റം 0 ആണ്, അങ്ങനെയാണ് റൈറ്റ് സൈഡിലുള്ള മൊമെൻറ്റം 0 ആവണം എന്നാണ് പറയുന്നത്, ഓൾറൈറ്റ്? ഇനി നമ്മൾ എനർജി കൺസർവേഷൻ നോക്കണം. വി ക്യാൻ ചെക്ക് എനർജി കൺസർവേഷൻ.
Alright, energy conservation നമ്മൾ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ടോട്ടൽ എനർജി നമുക്ക് ഇങ്ങനെ എഴുതാം. ലെറ്റ്സ് തിങ്ക് ഫോർ എ മൊമെൻറ്റ്. gamma mc square plus gamma mc square. Alright, that's one way to write it. Or let's take the other relation. Okay, maybe that's easier. What's the energy for proton bar or the antiparticle of proton? We can say that EP bar is equal to square root of p square c square plus m square c raised to 4. Okay, what's the mass for the energy for the neutron? That's equal to again p square c square plus m square c raised to 4. All right. Okay, so what's the total energy? What's the total energy? അപ്പോൾ ഇവിടെ ഇത് രണ്ടും സെയിം ആണ്. ഓൾറൈറ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെ മാസ് നമുക്ക് സെയിം ആയിട്ട് എടുക്കാം. മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് പറഞ്ഞു. കാരണം വി ആർ അനലൈസിങ് ദിസ് ഇൻ ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം. ഓൾറൈറ്റ്, ഇപ്പോൾ നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സിൽ ഇൻട്രാക്ഷൻസ് അനലൈസ് ചെയ്യുമ്പോൾ യു ക്യാൻ ഗോ ടു എ കൺവീനിയൻറ്റ് ഫ്രെയിം ആൻഡ് മേക്ക് ദ അനാലിസിസ്. ഓൾറൈറ്റ്, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സെയിം ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ മാസ് സെയിം ആയിട്ട് എടുത്തു, അതിൻ്റെ മൊമെൻറ്റും സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓൾറൈറ്റ്, ഇനി റൈറ്റ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള എനർജി ഇ പി പ്ലസ് ഇ എൻ ഇതാണ്. റൈറ്റ് സൈഡിലുള്ള എനർജി എന്ന് പറയുന്നത് സിംപ്ലി ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള പാർട്ടിക്കിൾ റെസ്റ്റിലാണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഹാസ് ടു ബി സിംപ്ലി എം പൈ സി സ്ക്വയർ. റൈറ്റ് സൈഡിലുള്ള എനർജി എം പൈ സി സ്ക്വയർ ആണ്. ഓൾറൈറ്റ്, അപ്പോൾ ഇത് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇഫ് വി ചെക്ക് ദിസ് നമുക്ക് വേണമെങ്കിൽ അത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് നോക്കാം. ഓൾറൈറ്റ്, ലെറ്റ്സ് ഫൈൻഡ് ഇ പി പ്ലസ് ഇ എൻ സ്ക്വയർ. ഓക്കെ, ദാറ്റ് വിൽ ഗെറ്റ് റിഡ് ഓഫ് ദ സ്ക്വയർ റൂട്ട്. സോ ദാറ്റ് വിൽ ബി എം പൈ സ്ക്വയർ സി റേസ് ടു 4. ഓക്കെ, ഇ പി പ്ലസ് ഇ എൻ ഹോൾ സ്ക്വയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടുക ഇ പി സ്ക്വയർ ഉണ്ട്. സോ ദാറ്റ്സ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റേസ് ടു 4. അതുപോലെ പ്ലസ് ഇ എൻ സ്ക്വയർ ഉണ്ട്. ദാറ്റ്സ് അഗെയിൻ പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റേസ് ടു 4. ഓൾറൈറ്റ്, അതുപോലെ 2EPEN എന്നുള്ളൊരു ടേം കൂടെ വരും. ഓക്കെ, അപ്പോൾ ദാറ്റ് സിംപ്ലി യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ്. അപ്പോൾ ഇത് രണ്ട് എക്സാക്ട്ലി സെയിം ആയതുകൊണ്ട് ദാറ്റ് മൾട്ടിപ്ലിക്കേഷൻ വിൽ അഗെയിൻ ഗിവ് യു ട്വൈസ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റേസ് ടു 4. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എം സ്ക്വയർ സി റേസ് ടു 4, എം സ്ക്വയർ സി റേസ് ടു 4, ട്വൈസ് എം സ്ക്വയർ സി റേസ് ടു 4. സോ ദാറ്റ് ഈസ് 4 ടൈംസ് എം സ്ക്വയർ സി റേസ് ടു 4 പ്ലസ് ദിസ് ഈസ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 4 ടൈംസ് പി സ്ക്വയർ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം പൈ സ്ക്വയർ സി റേസ് ടു 4. ഇങ്ങനെ ഒരു റിലേഷനാണ് എനർജി കൺസർവേഷൻ നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓൾറൈറ്റ്, ബട്ട് ദിസ് ഇസ് നോട്ട് പോസിബിൾ. ഓൾറൈറ്റ്, കാരണം ഇതിൻ്റെ മാസ് തന്നെ ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസ് തന്നെ പയോണിൻ്റെ മാസിനേക്കാളും കൂടുതലാണ്. ഓൾറൈറ്റ്, പയോണിൻ്റെ മാസിനേക്കാളും കൂടുതലാണ്. ഇവിടെ ചെക്ക് ചെയ്താൽ അറിയാം. പയോണിൻ്റെ മാസ് ഇറ്റ്സ് സിംപ്ലി 138 MeV. ഓക്കെ, MeV per c സ്ക്വയർ. പയോണിൻ്റെ എം സി സ്ക്വയർ എന്ന് പറയുന്നത് 138 ആണ്. അതേസമയം പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ ഇറ്റ്സ് 938. ഇറ്റ്സ് 938. Okay, so you will see that this equation cannot be satisfied. This equation cannot be satisfied. All right, even if the momentum of both the particles is 0 for some reason. All right, this equation cannot be satisfied because clearly LHS is greater than RHS. All right, so assuming energy conservation and momentum conservation has led us to a contradiction. All right, so that's the reason why we say that this is not allowed energetically. This is not allowed energetically. All right, so two particles cannot simply collide and go to less massive particle. Okay, രണ്ട് പാർട്ടിക്കിൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു പാർട്ടിക്കിൾ അതിനേക്കാളും കൂടിയ മാസ്സുള്ള പാർട്ടിക്കിൾസിലേക്ക് ഡീകേ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രണ്ട് മാസീവായിട്ടുള്ള പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്തിട്ട് അതിനേക്കാളും മാസ് കുറഞ്ഞൊരു പാർട്ടിക്കിളിനെ സൃഷ്ടിക്കാൻ കഴിയില്ല. ദാറ്റ്സ് ഇമ്പോസിബിൾ. റൈറ്റ്, ഇവിടെ വേറൊരു പാർട്ടിക്കിളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് യു ഹാഡ് വൺ മോർ പാർട്ടിക്കിൾ ഇറ്റ് കുഡ് carry some of the energy and momentum and then we could save the situation. All right, so this is also not energetically allowed. This is also not energetically allowed. നമ്മൾ pi minus goes to p bar plus n ഈ രീതിയിലുള്ള decay energetically allowed അല്ല നമ്മൾ മുൻപ് തന്നെ കണ്ടിരുന്നു. In the same way the opposite is also not energetically allowed. Okay, I hope this rough calculation has convinced you. If not, you can check it. Okay, if not, you can check this. Then option B says process 2 conserves baryon number but violates energy momentum conservation. That's correct. All right, option B is
actually correct, right? Let's also check the other options. So the answer for us for now is option B. Let's also check the other options. Okay. Option C here, process 3 is not allowed by strong interaction but is allowed by weak interactions. Is that true? We can check. Is this allowed at all? We see that the charge is conserved, it's 1 on both sides. We see that the baryon number is conserved. Okay. Baryon number is 2 on the left side, but on the right side it's 0. So baryon number is not conserved. All right. Baryon number is not conserved. Okay. So A is not conserved. So this is not allowed. This interaction is not even allowed. Okay. So option C പറയുന്നത് process 3 is not allowed by strong interaction but is allowed by weak interactions. All right. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് it's not allowed at all. It's not allowed in any interaction. So option C is also wrong. What about option D? Process 4 conserves baryon number but violates lepton number conservation. All right. അപ്പോൾ baryon number conserve ചെയ്യുന്നതാണ് പറയുന്നത് ഓപ്ഷൻ 4ൽ. ഓപ്ഷൻ 4ൽ baryon number conserved ആവുന്നുണ്ടോ? It's 1 on the left, 1 on the right, fine. But it violates lepton number conservation. Does it violate lepton number conservation? On the left the lepton number is -1, on the right the lepton number is -1. Okay, നമുക്കറിയാം ഇലക്ട്രോൺ lepton number. ഇലക്ട്രോൺസിനാണ് +1, പോസിട്രോൺസിന് -1 ആണ്. അതുപോലെ ന്യൂട്രിനോസിന് +1 ആണ്, ആൻറ്റി ന്യൂട്രിനോസിന് -1 ആണ്. Alright, so clearly option D is also wrong. So option B is the only correct answer. Process 2 conserves baryon number but violates energy momentum conservation. Okay, I hope this is clear. Okay. All right. Which of the following reactions are allowed by the conservation laws? ഇതിൽ allowed reactions ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. All right. So the random allowed ആണ്. So the first option is both 1 and 2. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Is this allowed? We first check charge conservation. Charge conservation is 1 on left side, 1 on right side, fine. What about baryon number conservation? Baryon number is 1 on left side, 1 on right side. Okay, lambda 0 has baryon number 1. Baryon number is also conserved. What about lepton number? Lepton number is trivially conserved because there are no leptons here. All lepton numbers are conserved. All right, there is no there is no problem with energy or momentum conservation because this is a collation. All right, so such collations can be always carried out. Okay. All right. So this is actually an allowed interaction. This is actually an allowed interaction. All right. So what about the second option? We check charge conservation. Is charge conserved here? It's 0 on the left side, 0 on the right side. Charge is conserved. What about baryon number? Baryon number is 1 on left side and 1 on right side. That's also conserved. Lepton number is also conserved. So both these interactions are actually allowed. Both these interactions are actually allowed. Okay. All right. So it's option A. Both 1 and 2 are allowed by conservation laws. Okay. ഇത്തരം ക്വസ്റ്റ്യൻസ് ഇറ്റ്സ് ഈസി ടു മേക്ക് എ മിസ്റ്റേക്ക്. അത് ആക്ച്വലി കുറച്ച് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളല്ല ഇത്. വി ജസ്റ്റ് ചെക്ക് ദ കൺസർവേഷൻ ലോസ്. ഓൾറൈറ്റ്, ആൻഡ് യു റിമെമ്പർ ദ റൂൾസ്. ഓൾറൈറ്റ്, സോ ഐ തിങ്ക് ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഈസി. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ അഗെയിൻ. Which of the following processes is not allowed by the strong interaction but is allowed by the weak interaction? Okay, അപ്പോൾ ഏതാണ് സ്ട്രോങ് ഇൻട്രാക്ഷനിൽ അലൗഡ് അല്ലാത്തത് പക്ഷേ വീക്ക് ഇൻട്രാക്ഷനിൽ അലൗഡ് ആയിട്ടുള്ളത്? അതാണ് ചോദ്യം. റൈറ്റ്, അപ്പോൾ ഇത് ആദ്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇൻട്രാക്ഷൻ നമുക്ക് എടുത്തു നോക്കാം. K0 plus pi 0 gives K0 bar plus pi plus pi minus. Okay. Alright, so is this allowed? Yeah, it's allowed. Charge is conserved, baryon number is conserved, lepton numbers are conserved. So this is allowed. Okay, this is allowed interaction. Alright, now is it a strong interaction or a weak interaction? നമുക്ക് ആദ്യം strangeness നോക്കാം. Strangeness left side. What about K0? K0s have strangeness 1. K0 has strangeness 1, pi 0 has strangeness 0,
K0 bar has strangeness -1, correct? Yeah, we can check here. Right? If we have any confusion, we can always go back to the picture and check. All right. So if you look here, K0 bar has S -1 and K0 has S +1. All right. Okay. So strangeness is not conserved here. Strangeness is not conserved. So delta S is not equal to 0. Strangeness is not conserved, but this is an allowed interaction. This means that it has to proceed via the weak interaction. So weak interactions can happen even if strangeness is not conserved. Up is a weak interaction. So it's option A clearly. Okay. Option B, is it allowed by strong interactions? So the strangeness is 0, strangeness is conserved in this case, all right. Baryon number, all right. What about the baryon number here? Baryon number here is 1 + 1, okay. Here it is 2 because there are 2 nucleons in there, +1 -1. Okay, that's correct. Baryon number is all conserved. That's fine. So these are allowed interactions. Strangeness is conserved. So this cannot be a weak interaction. Okay, this is a strong interaction. Okay, you could also check isospin. Isospin conservation can be checked. Here D stands for deuteron, as I said before. Here isospin we check left side half, half. Okay, there are 2 possibilities, 0 and 1. Right side 0, half, half. Okay, only one possibility here, it's half, right? So if you add this half, there are 2 possibilities, 0 and 1. Okay, the left side 0, 1 possibility and the right side 0, 1 possibility. So isospin is conserved, right? So we can also check I3. I3 also can be checked. I3, this is half minus half is 0 on the left side. Okay, here it's 0 plus half minus half. Okay, that's also 0. All right, so I3 is also conserved. Okay, I3 is also conserved. Okay, so the rest of them we can check. All right, we have found that the answer is option A. As an exercise, you can check the other interactions also. Okay. So which of the following elementary particle processes do not conserve strangeness? Okay, so let's check which of these do not conserve strangeness. Some of strangeness so let's check A, strangeness. Okay, option A strangeness. Left side 0 right side K plus in strangeness 1. Okay, lambda 0 strangeness is -1. Okay, correct? Yeah, lambda 0, if you take the octet, the baryon octet, lambda 0 is at the middle. All right, on the top you have got neutron and proton with strangeness 0. This is S equal to -1. You can check the what do you say, the octet, the baryon octet, and you see that lambda 0 has strangeness -1, K plus has strangeness 1, correct, because it was on the top of the meson octet. All right, so with strangeness is conserved. Let's take option B. Just check only the strangeness. All right, what's the strangeness on the left side? It's 0. On the right, the strangeness is K0 plus lambda 0. So K0, as we said, has strangeness 1. Yeah, strangeness 1. Yes, it has strangeness 1, and lambda 0 has strangeness -1. All right, so here also strangeness is conserved, 0 on left side, 0 on right side. Okay, let's check option C, strangeness. So delta 0 goes to pi 0 plus n, so we need delta 0, right? We need delta 0. Let's just check at that decuplet. Delta 0 has strangeness 0. Delta 0 has strangeness 0. You just have to remember that the first line here is S equal to 0. Okay, so delta 0 has strangeness 0. Right, so we have got 0 going to pi 0 plus n, 0 plus 0. Strangeness is conserved. What about option D? So in this the strangeness better be violated. Let's check. K0 has strangeness
1, okay, it comes at the top of the meson octet. It has strangeness 1, and pi plus plus pi minus, strangeness 0, right? 1 goes to 0. So which of the following elementary particle processes does not conserve strangeness? The answer is option D. Answer is option D. Okay, all right. Which of the following decay processes is allowed? Okay, so all these are from the previous question papers. It may get a bit boring after some time, but it's good to have this practice. Which of the following decay processes is allowed? So we have got K0 going to mu plus plus mu minus goes T minus plus gamma is allowed. So let's check. Is this allowed? Is this allowed? We have got charge is conserved, baryon number is conserved, muon lepton number is conserved because it adds up to 0 on the right side, right? So option A is allowed. It seems that this is allowed, okay, unless K0 is more massive than mu plus plus mu minus. We have to check that, okay. We have to check the mass to see if it is energetically allowed. I think K0 is certainly more massive. See, it has 495.7, all right. We don't have the lepton masses here in this table. We don't have the lepton masses here, okay, but these are quite massive, all right. These are mesons. So let's assume that this is allowed. Second one is mu minus gives E minus plus gamma. Okay, this is not allowed because muon lepton number and electron lepton number are violated. Okay, L mu is not satisfied because L mu is minus 1. Sorry, L mu is 1 on left side, 0 on the right side. Okay, L mu is not conserved. Similarly, LE is also not conserved. Okay, so that's not allowed. What about neutron gives proton plus pi minus? Okay, this is also not allowed because the mass. Okay, if you add the masses of proton and pi minus, you will get more than the mass of neutron. So this is not energetically allowed. What about neutron gives pi plus plus pi minus? Pi plus plus pi minus. This is also not allowed because of baryon number, right? See, we see that charge is conserved, but what about baryon number? We see that baryon number on the left side is 1 and the baryon number on the right side is 0. So we were right, all right? So by eliminating the other, we didn't know exactly the mass of these particles, but by eliminating all other possibilities, we come to the conclusion that option A is the only allowed decay process. Okay, all right. So I think this is a good point to stop for today. Okay, in the next class we'll be doing more problems from kinematics. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലംസും മിക്കതും ഒരു ഇൻട്രാക്ഷൻ, ഏത് തരത്തിലുള്ള ഇൻട്രാക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കുക, അതുപോലെ ഏത് തരത്തിലുള്ള ഇൻട്രാക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കുക, അലൗഡ് ആണോ എന്ന് നോക്കുക, ഓൾറൈറ്റ്, വീക്ക് സ്ട്രോങ് ഇൻട്രാക്ഷൻ അലൗഡ് ആണോ, വീക്ക് ഇൻട്രാക്ഷൻ അലൗഡ് ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ് ചെയ്തത്. ഓൾറൈറ്റ്, ഇനി കിനമാറ്റിക്സ്, അതായത് റിലേറ്റിവിസ്റ്റിക് കിനമാറ്റിക്സ്, പാർട്ടിക്കിൾ കൊളീഷൻസിൽ എനർജി കൺസർവേഷൻ, മൊമെൻറ്റം കൺസർവേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതായത് ആക്ച്വൽ കാൽക്കുലേഷൻ ചെയ്യേണ്ട കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഓൾറൈറ്റ്, സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു start with that in the next class. Alright, I'll just read the question here. You can try doing this. The recently discovered Higgs boson at the LHC experiment has a decay mode into a photon and a Z boson. Okay, if the rest masses of the Higgs and Z boson, the rest masses are given, it's given in GeV, and the decaying Higgs particle is at rest. Fine, the Higgs particle is at rest. The energy of the photon will approximately be, what's the energy of the photon? So we have got this Higgs boson decaying into Z plus gamma. All right, the masses are given. We need to find the energy of the photon. All right, so we have to use the relativistic kinematics here, and you will see that it's easy to work with 4 vectors. All right, but we'll do that in the next class. In the meantime, we can try solving this problem. We'll get back to it in the next class. Thank you.